എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് കിരണിനോട് തൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ സങ്കടം, നയന കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടം, അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൽ നിന്നെല്ലാം എനിക്കൊരു മോചനം വേണം, എനിക്ക് കഴിവില്ല, ഞാൻ കാരണമാണ് മൂർത്തി ജ്വല്ലറി താഴോട്ട് പോയത് എന്ന് പറഞ്ഞ മുത്തശ്ശന് മുമ്പിൽ അതെല്ലാം പരിഹരിച്ച് തല ഉയർത്തിപ്പിടിച്ച് തന്നെ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലണം, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് പറയും. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് സഹായമാണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന്. അന്നേരം ആദർശ് പറയും, ഞങ്ങളെ തകർക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് മുത്തശ്ശൻ നേരത്തെ കണ്ടുപിടിച്ചതാണ്, അതാരാണ് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അവർ മൂർത്തി ജ്വല്ലറിയെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അതാരാണ് എന്ന് കണ്ടുപിടിക്കണം, അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് തന്നെ പറ്റില്ല, നയന് കൂടെ ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് നീയും കൂടെ നിൽക്കണം എന്ന് പറയുവാണ്. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട്, നീ ഇറങ്ങി പോന്നപ്പോൾ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നു, എന്തിനാ അവൾ അവിടെ നിർത്തിയിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പം, എടാ ഞാൻ ഓരോ തിരക്കുമായിട്ട് ഓടി നടക്കുമ്പം അവൾ ഇവിടെ തനിച്ചാകില്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ നിനക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ മേലായിരുന്നു, നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പൊരുതായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം, അതൊന്നും ശരിയാകുകയില്ല, നിനക്ക് പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറയുമ്പം, നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല, നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ നിൻ്റെ കൂടെ നിന്നിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് പറയും. എന്നിട്ട് കിരൺ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത്രയൊന്നും നിനക്കില്ലല്ലോ എന്ന്, ലോകത്തിലെ സകല പ്രശ്നങ്ങളും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ കിരൺ, അപ്പോൾ പിന്നെ പറഞ്ഞതിൽ അതിശയമൊന്നുമില്ല. ഏതായാലും കൂടെ നിൽക്കണമെന്ന് പറയുന്നു, മുന്നോട്ടുള്ള കാര്യങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു, എല്ലാം ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് കിരണും പറയുന്നുണ്ട്. പിന്നീട് അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ സോഫയിൽ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഈ കുട്ടികൾ ചിണുങ്ങി പിണങ്ങി മാറി നിൽക്കത്തില്ല, അതുപോലെ അവിടെ അഭി നിൽപ്പുണ്ട് കേട്ടോ. അന്നത്തേക്കും ജലജ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുവാണ് മുത്തശ്ശന്, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു മുത്തശ്ശൻ. മുത്തശ്ശൻ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും ജയനും ഇറങ്ങി വരും. എന്നിട്ട് ദേവയാനി പറയുവാണ്, ദേ ഈ നിൽക്കുന്നവൻ ഈ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, ഇവന് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അച്ഛനറിയാലോ, തെറ്റി കുളിച്ച് നിൽക്കുന്ന ഇവൻ ഇവിടെ നിൽക്കുമ്പം എൻ്റെ മകൻ ഈ വീട്ടിൽ വിട്ട് ഇറങ്ങിപ്പോകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, MD സ്ഥാനം രാജിവെക്കാനും ഞാൻ പറഞ്ഞില്ല, അവൻ തന്നെ രാജിവെച്ചതാണ്, രാജിവെച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പം അവനോട് അത് ചെയ്യാൻ പറഞ്ഞേനെ, അവൻ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് അവൻ ചെയ്തു, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട്, അച്ഛൻ്റെ സംസാരം ആ രീതിയിലായിരുന്നു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന്. എന്നിട്ട് ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ദേവേനി കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നു. അന്നേരവും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി, ഇനിയിപ്പം ആ MD സ്ഥാനത്തേക്ക് വേറൊരാൾ വരും, തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും, എനിക്ക് അവനേക്കാൾ ഏറെ ആത്മാഭിമാനമുണ്ട്, എൻ്റെ ആത്മാഭിമാനത്തിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും പല പരിപാടികളിലും ചെല്ലുമ്പം എന്നെയായിരുന്നു എല്ലാവരും ഇരുന്നത്, ഇനിയിപ്പം AM ജ്വല്ലറിയുടെ MD തന്നെ ആയിരിക്കും എല്ലാവരും സ്വീകരിക്കുന്നത്, അതൊക്കെ എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി അല്ല അച്ഛൻ ഇപ്പോഴും പറഞ്ഞത്, ആദർശ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പം എന്തുകൊണ്ട് അച്ഛൻ ഒന്നും പറഞ്ഞില്ല എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ അവിടെ എഴുന്നേറ്റ് ആ കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് അഭിയുടെ മുഖത്തേക്ക് ഒഴിക്കും. അന്നേരം അഭി ചെറിയ ചൂടുവെള്ളമാണേ, മുഖത്തിങ്ങനെ ഞെക്കിപ്പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ വെള്ളത്തിന് വലിയ ചൂടൊന്നുമില്ല, ചെറിയ ചൂടേ ഉള്ളൂ, പക്ഷേ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളമാണ്, അതാണ് ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചത്, അങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചാലും ഇവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുകയില്ല, ഇവിടെ തന്നെ നിൽക്കും, കാരണം ഇവന് ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല, പക്ഷേ നിൻ്റെ മകൻ അതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കും. അന്നേരവും ദേവേനി പറയുന്നത്, അച്ഛാ അവൻ അങ്ങനെ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പം അതുമൂലം കരയുന്ന ഒരു പെൺകുട്ടി ഈ വീട്ടിലുണ്ട്, അതിനെന്താ പരിഹാരം കാണേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനൊന്നും ഇടാതെ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി കഴിയുമ്പം ജയൻ ദേവേനോട് പറയുന്നുണ്ട്, നീ എന്തിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛനോട് തർക്കിക്കാൻ പോകുന്നത്, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പം, ഓ അങ്ങനെയൊന്നുമല്ല ജയേട്ട എന്ന് പറഞ്ഞ് ജലജ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ചെല്ലും. അന്നേരം ജയൻ പറയുന്നുണ്ട്, നീ മിണ്ടരുത്, ഇനി ഇതിൻ്റെ അകത്ത് നീ തീകോരിയിടാൻ ശ്രമിക്കേണ്ട, നിൻ്റെ ഈ മകനുണ്ടല്ലോ ഇവനാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാര്യം ഇവൻ ഈ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇവനെ ഞങ്ങൾ വെച്ചേക്കില്ല, വെട്ടി നുറുക്കിയിടും എന്ന് പറഞ്ഞിട്ട് ജയനും ദേവയാനിയും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പം ജലജ അഭിയോട് പറയുന്നുണ്ട്, എടാ ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകേട് നമുക്കുണ്ടാകും, കാരണം അവർ അത്രത്തോളം വിഷമിച്ച് നിൽക്കുവാണല്ലോ, എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ വീഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അതേമേ ഇനി അമ്മ നോക്കിക്കോ, AM ജ്വല്ലറി മൂർത്തി ജ്വല്ലറിക്ക് തീയിട്ട് കഴിഞ്ഞു, ഇനി ചെറിയൊരു പേര് മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് മൂർത്തി ജ്വല്ലറി നശിക്കും, അതും നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് അപ്പോഴും സന്തോഷം കേട്ടോ.
പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആദർശിനെ കാണാനായിട്ട് ചെല്ലുന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടന് ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആദർശേട്ടൻ്റെ കൂടെ തന്നെ കാണും, ആദർശേട്ടന് വേണ്ടി എന്തോരം സമയം വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് സമയമൊന്നും നീ മാറ്റി വയ്ക്കേണ്ട, നീ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. മുംബൈയിൽ ഞാൻ ചെന്നപ്പോൾ ആ ഹോട്ടലിൽ ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് PRO ആണ് എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ചതും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതും. അവളാണ് ജ്യൂസിൻ്റെ അകത്ത് മയക്കുമരുന്ന് കലക്കി എനിക്ക് കൊണ്ട് തന്നത്. അതുകൊണ്ട് അവൾ ആരാണ് എന്നൊന്ന് അറിയാൻ ശ്രമിക്കണം. മുംബൈ പോലീസുമായിട്ടോ അങ്ങനെ ഏതെങ്കിലും പരിചയമുള്ള പോലീസുകാരൊക്കെ ആയിട്ടോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിനക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, മുംബൈയിലായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ശത്രു ആരാണ് എന്ന് നമുക്കറിയില്ലല്ലോ, അതാരാണ് എന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ഒരു ശത്രു ഉണ്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ ജ്വല്ലറി മാത്രമല്ല കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അതാരാണ് എന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ അഭി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അവനുണ്ടെങ്കിൽ ഇനി അവനെ ആ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കരുത്, അവൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കും അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, ചേച്ചീനെ ഇവിടെ കൊണ്ട് നിർത്താൻ മേലായിരുന്നോ, വേണമെങ്കിൽ ഞാൻ അമ്മയും കൂടി ഇങ്ങോട്ട് വിടായിരുന്നു എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, അവൾ അവിടെ നിന്നോളും, എനിക്ക് ഇവിടെ സഹായത്തിന് വേറൊരു ചേട്ടനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നന്ദു ചോദിക്കുന്നുണ്ട്, എങ്കിൽ ആദർശേൻ്റെ വീട്ടിലോട്ട് വന്ന് നിൽക്കാമല്ലോ എന്ന്. അന്നേരം വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉള്ളൂ എന്നും ആദർശ് പറയുന്നുണ്ട്. ഏതായാലും നന്ദു അവിടുന്ന് പോരുന്നു. അതിനുശേഷം ഇവിടെ വന്ന കനികയോടും ഗോവിന്ദനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തായിരുന്നു, ആദർശിനെ ഇവിടെ വന്ന് നിൽക്കായിരുന്നു, അവർക്ക് എളുപ്പം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ ആദർശേട്ടനോടത് പറഞ്ഞതാണ്, പക്ഷേ വേണ്ട, അവിടെ തന്നെ നിന്നോളാം എന്നാണ് ആദർശേട്ടൻ പറഞ്ഞത് എന്ന് പറയുന്നു. അതുപോലെ ആദർശേട്ടനെ ഏത് വിധേനയും സഹായിക്കണം, പോലീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സഹായങ്ങൾ ആദർശേട്ടന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കും, ഈ സമയത്ത് നമ്മൾ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അന്നേരം കനക പറയുന്നുണ്ട്, ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഒരുത്തനുണ്ട് അഭി, അവിടെ അങ്ങോട്ടൊന്ന് ചെല്ലണം, രണ്ടെണ്ണത്തിൻ്റെ മനസ്സമാധാനം കളയണം, എനിക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട് എന്ന് കനകയും പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് വിജയിച്ച് തലയുയർത്തി പിടിച്ച് അനന്തപുരിയിലേക്ക് തിരിച്ചു ചെല്ലും, അത് നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ 3 പേരൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് ജലജയും അഭിയാണ്. രണ്ടുപേരുടെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബത്തിൽ നിന്ന് ആദർശ് ഇറങ്ങിപ്പോയി, അതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താ ഭയങ്കര സന്തോഷം, രണ്ടുപേരും ചിരിക്കുവാണല്ലോ, എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങൾ ചിരിച്ചിട്ടിപ്പം നേരാവണ്ണം സന്തോഷിച്ചൊന്ന് ചിരിച്ചിട്ട് 5-6 മാസമായി, അതുപോലെ വിഷമങ്ങളല്ലേ ഈ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, ആദർശേട്ടൻ ജയിലിൽ കിടക്കും എന്ന് കരുതി നിങ്ങളിവിടെ ആഘോഷിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം, ഇന്നിവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, ആദർശേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സങ്കടത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നവ്യേച്ചിയോട് വിളിച്ചു പറയാൻ തുടങ്ങിയതാണ്, അന്നേരം അച്ഛൻ വന്ന് തടഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഇന്നിവിടെ കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയന കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഒതുങ്ങി കഴിയുമല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് പിന്നെയും പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം നീയൊക്കെ ഒതുങ്ങി കഴിയുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നോ, ഏത് നിമിഷവും സങ്കടം സഹിക്കാൻ മേലാതെ വരുമ്പം എനിക്ക് നാക്കുപിഴ ഉണ്ടായേക്കാം, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ മോനും അതുപോലെ അമ്മയും നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു. അന്നേരം അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും നമുക്കിവിടെ പിടിച്ചു നിൽക്കണം, കാരണം ഇവരുടെ തകർച്ച നമുക്ക് കാണാമല്ലോ, അതും ഒരു സന്തോഷമാണ്, അതിനിടയ്ക്ക് ചെറിയ തട്ടുകേടുണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ നവ്യ ഇതൊക്കെ അറിയാതെ നോക്കുകയും ചെയ്യണം എന്നൊക്കെ രണ്ടുപേരോട് പറയുന്നു. പിന്നെയും ആദർശിനെ തന്നെയാണ് കാണിക്കുന്നത്. ആദർശ് വീണ്ടും വീണ്ടും ആലോചിക്കുവാണ് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മുംബൈയിലേക്ക് വിളിക്കുന്നു. മുംബൈയിൽ വിളിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫിനോടാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ താൻ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. എല്ലാം അറിഞ്ഞിരുന്നു സാറ്, MD സ്ഥാനം രാജിവെച്ചത് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അന്ന് ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ PRO ആണ് എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിക്കുകയും എനിക്കുള്ള സാധനങ്ങൾ കൊണ്ട് തരികയൊക്കെ ചെയ്തായിരുന്നു. അവളാണ് എനിക്ക് ജ്യൂസിൻ്റെ അകത്ത്
മയക്കുമരുന്ന് കലക്കി തന്നത്. അതുകൊണ്ട് അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് ഞങ്ങളിവിടെ അന്വേഷിച്ചു, അങ്ങനെ ഒരാളെ പറ്റി ആർക്കും അറിയത്തില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ആ ഹോട്ടലിൽ ചെന്ന് അവരോടൊന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെയും പോയി അന്വേഷിച്ചു, പക്ഷേ ആ ഹോട്ടലുകാരൻ നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പം അവിടെ CCTV ദൃശ്യങ്ങളുണ്ടാവുമല്ലോ, അതെങ്ങനെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കാം, കിട്ടുമോ എന്നറിയില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ആ CCTV ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണം എന്നും പറയുന്നു. ചെയ്യാമെന്ന് അങ്ങേര് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പിന്നെയും എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.